ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഈ കോട്ടയത്തെ വാരികളെക്കുറിച്ചും ഈ പൈങ്കിളി തെരുവിനെ കുറിച്ചും ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പൈങ്കിളി തെരുവ് എന്ന് പറയുന്നത് അവിടുത്തെ സാഹിത്യകാരന്മാരോ വാരികളോ ഇട്ട പേരല്ല. ഈ സാഹിത്യത്തിലെ വരേണ്യവർഗം പരിഹാസപൂർവ്വം വിളിച്ച ഒരു പേരാണ് പൈങ്കിളി തെരുവ്. ഒരുപക്ഷെ അവരുടെ പുസ്തകങ്ങളെക്കാൾ കൂടുതൽ വായനശാലകളിലൊക്കെ ചെന്നാൽ പലപ്പോഴും ഈ പഴകി പോയ പുസ്തകങ്ങൾ ഇത്തരം ജനപ്രിയ പുസ്തകങ്ങളായിരിക്കും. ആ പുസ്തകത്തിൻ്റെ പേപ്പർ കൊള്ളാഞ്ഞിട്ട് പഴകിയതല്ലത്. ആളുകൾ തുടർച്ചയായിട്ട് വായിക്കാൻ എടുത്തുകൊണ്ട് പോയി, അത് പിന്നെയും കൊണ്ടുപോയി, അങ്ങനെ കീറി പറഞ്ഞ് ഒക്കെ ആയിരിക്കും പല പുസ്തകങ്ങളും കിട്ടുന്നത്. എന്നാലും പിന്നെ ഇത് വായിക്കാൻ വേണ്ട ആൾക്കാർ കൊണ്ടുപോകും. അപ്പോൾ എന്നാൽ ഈ പറയുന്ന അല്ലാത്ത ചില നോവലുകളൊക്കെ, നമ്മൾ വലിയ കാര്യത്തിൽ വരുന്ന നോവലുകളൊക്കെ യാതൊരു കുഴപ്പമില്ലാതെ 10-20 വർഷം കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലാതെ, ഒരു പൊടി പോലും പാവാതെ അവിടെ ഇരിപ്പുണ്ട്. അതൊന്നും ആരും കൊണ്ടുപോകത്തുമില്ല, വായിക്കത്തുമില്ല. അപ്പം അതിൻ്റെയൊക്കെ ഒരു അസഹിഷ്ണുതയായിരിക്കാം ഒരു പക്ഷേ ഇത്തരം വാരികകളെയും ആ വാരികകളിൽ എഴുതുന്ന എഴുത്തുകാരെയൊക്കെ പരിഹസിച്ച്, അല്ല വേറെ മാർഗ്ഗമില്ലല്ലോ, പരിഹസിച്ച് ആത്മസംതൃപ്തി കണ്ടെത്തുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്.